പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. 118 സങ്കീർത്തനം എൻ്റെ 13-15 വാക്യങ്ങൾ. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വായിച്ച് ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ള അതിശക്തമായൊരു ദൈവവചനമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം വായിക്കുന്നത് ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എന്ന് പറയുമ്പോൾ ഈ ദൈവഭക്തൻ്റെ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. സാത്താൻ പലപ്പോഴും നമ്മെ തള്ളിയിടുവാനായിട്ട് പല തന്ത്രങ്ങളുമായി അവൻ നമ്മുടെ അരികിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ വീഴാതിരിപ്പാൻ കഴിയത്തക്ക നിലയിൽ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. ഹല്ലേലൂയ. ചില ദുർബല സമയങ്ങളിൽ പിശാച് ദൈവഭക്തന്മാരെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പല തന്ത്രങ്ങളും പ്രയോഗിച്ചു എന്ന് വരാം. ഒരുപക്ഷെ വളരെ ശക്തനും ഭക്തനും വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ സാത്താൻ ഒരുപക്ഷെ മദ്യത്തിൻ്റെ ആത്മാവിനെ, മയക്കുമരുന്നിൻ്റെ ആത്മാവിനെ, വ്യഭിചാരത്തിൻ്റെ ആസക്തികളെ, അതുപോലെ തന്നെ ദുർനടപ്പിൻ്റെ, ദുഷ്കാമത്തിൻ്റെ ആസക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും വിവിധമായ നിലകളിൽ ചൂതാട്ടങ്ങളിൽ അധ്വാനിക്കുന്ന പണം ചെലവഴിക്കുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല, അത് ചൂതാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവിധ തെറ്റായ നടപടികളുമുണ്ട്. അങ്ങനെ ദൈവഭക്തനെ തള്ളിയിടുവാൻ വേണ്ടി സാത്താൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അങ്ങനെയുള്ള ദുർബല സമയങ്ങളിൽ നീ വീണു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിൻ്റെ ജീവിതം തകർന്നു പോകാതെ വണ്ണം ദൈവം നിന്നെ താങ്ങി നിർത്തും. യഹോവ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പലവിധമായ ദുർബല സമയങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. പാപത്തിൻ്റെ ആസക്തികൾ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യനും വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കൺമുമ്പിൽ ദൃശ്യമായിട്ടുണ്ട്. രക്തം ചെയ്യും. ഭക്തിയുടെ വേഷം ധരിച്ച പലരും എന്നെ നിങ്ങളെ സമീപിച്ചേക്കാം. ഹല്ലേലൂയ. ആ ഭക്തിയുടെ വേഷം ധരിച്ചു വരുമ്പോൾ അവൻ ഭക്തനാണോ ഇല്ലയോ എന്ന് നാം മനസ്സിലാക്കി വേണം അങ്ങനെയുള്ള മനുഷ്യരുമായി ഇടപെടുവാൻ. രക്തം ചെയ്യും. പലപ്പോഴും നമുക്കൊരു മനുഷ്യനെ വിവേചിക്കുവാൻ കഴിയാതെ വരുന്നത് കൊണ്ട് പാപത്തിൻ്റെ വശീകരണത്തിനകത്ത് വീഴുന്നത് നമ്മൾ കാണാൻ കഴിയും. എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം വീണ്ടെടുപ്പിൻ്റെ അനുഭവം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലേ, ഈ ലോകത്തിൻ്റെ മായയായ കാഴ്ചകളിൽ നീ വീണ് പാപത്തിൽ നീ വശം കെട്ടു പോകാതെ ദൈവം നിന്നെ വിളിച്ചുവെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ സ്തോത്രം എപ്പോഴും നീ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. അപ്പം നമ്മളെ വീഴുവാൻ തക്കവണ്ണം പിശാച് പല തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് നീ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ സാത്താൻ ഒരിക്കലും തകർക്കുവാൻ കഴിയില്ല. രക്തം ചെയ്യും. കാരണം ആ വ്യക്തി കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറവിലാണ്, അഥവാ സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണ്. ഹല്ലേലൂയ. അങ്ങനെ പാപത്തിൽ വീഴാതെ വണ്ണം നിൽക്കുന്ന ഒരു ദൈവഭക്തനെ എപ്പോഴും ദൈവത്തിന് സന്തോഷിപ്പാനിടയുണ്ട്. അതുകൊണ്ടാണ് 118 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യത്തിൽ വായിച്ചത്, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. നീതിമാന്മാരുടെ കൂടാരം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നാം താമസിക്കുന്ന നമ്മുടെ ഭവനം മാത്രമല്ല, ഹല്ലേലൂയ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൂടാരങ്ങളാണ്. നിലത്തെ പൊടികൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ ഈ ശരീരമെന്ന് പറയുന്ന ഈ മൺകൂടാരം, ഈ മൺകൂടാരത്തെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം വീഴുവാൻ തക്ക വിധത്തിലുള്ള ദുർബല സമയങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഹല്ലേലൂയ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ താങ്ങി നിർത്തുമ്പോൾ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, അത് നമ്മുടെ ഭവനത്തിലായിരുന്നാലും നിങ്ങളുടെ ജീവിതമാകുന്ന കൂടാരത്തിലായിരുന്നാലും ആ ദൈവസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. രക്തനിശ്ചയം. ജീവിതം എന്ന് പറയുന്നത് ശത്രു തകർക്കുവാനിടയാകാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമെന്ന് പറയുമ്പോൾ നാം ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എപ്പോഴും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ദുർബല സമയങ്ങളിൽ പലപ്പോഴും പിശാച് എന്നെ തള്ളിയിടുവാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിശ്വാസത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് മദ്യത്തിൻ്റെ ആസക്തിയും മയക്കുമരുന്നിൻ്റെ ആസക്തിയും ഈ ലോകത്തിൻ്റെ എല്ലാ ദുർനടപ്പിൻ്റെയും അശുദ്ധിയുടെ ആത്മാവിനാൽ പിശാചിനെ തള്ളിയിടുവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന് എന്നോട് തോന്നിയ കരുണയാണ് പിശാച് തള്ളിയിടുവാൻ ഇടയാകാതെ കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ താങ്ങി നിർത്തി. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്കും ഓരോരോ വിധത്തിലുള്ള പരീക്ഷകൾ കടന്നു വരാം, പരിശോധനകൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ദുർബല നിമിഷങ്ങളിൽ സാത്താൻ്റെ തന്ത്രങ്ങളെ നീ മനസ്സിലാക്കിയിട്ട് നിൻ്റെ ജീവിതമാകുന്ന ഈ ഭൂമിയിലെ അവസ്ഥയിൽ നിൻ്റെ കൂടാരമാകുന്ന ശരീരത്തിനകത്ത് സാത്താൻ പാപം കൊണ്ട് തരാതെ അവരോട് എതിർത്ത് നിൽപ്പാൻ നിനക്ക് കഴിയണം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ സുഖലോലുപങ്ങളിലല്ല നമ്മുടെ ജീവിതം, ഈ ലോകത്തിൻ്റെ ആസക്തികളിലല്ല നമ്മുടെ ജീവിതം. നാം കർത്താവിനോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതമാകുന്ന ശരീരമാകുന്ന കൂടാരത്തെ, ഹല്ലേലൂയ, നാം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യണം. നമുക്കറിയാം, പലപ്പോഴും പലരും വീണു പോകുന്നത് ചില ദുർബല നിമിഷങ്ങളാണ്. അങ്ങനെയുള്ള ദുർബല നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ ആഞ്ഞടിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ശത്രുവിനോട് പൊരുതി ജയിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. ശത്രുവിനോട് പൊരുതി ജയിപ്പാൻ കഴിയണമെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പൈതലിന് മാത്രമേ ശത്രുവിനോട് പൊരുതി ജയിപ്പാൻ കഴിയുള്ളൂ. ഞാൻ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ ഈ കടൽക്കരയിൽ വന്ന് പ്രസംഗിക്കുന്ന സമയങ്ങളിൽ എന്നെ പലരും വീക്ഷിക്കാറുണ്ട്. പക്ഷെ ഞാനതൊക്കെ ശ്രദ്ധിക്കാതെ ഇത് വിളിച്ചു പറയുന്നതിൻ്റെ കാരണം, എന്നെ വിടിവിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് പരിപാലനം തന്ന് എന്നെ സ്നേഹിച്ച ഒരു കർത്താവ് ഉള്ളത് കൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ വിവിധ ദുർബല സമയങ്ങളിൽ വീണു പോകുമ്പോൾ അവർ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദൈവവചനം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ താങ്കൾക്ക് രക്ഷ പ്രാപിപ്പാൻ ഒരു അവസരമുണ്ട്, മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ട്, ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ അവസരമുണ്ട്. താങ്കളുടെ ജീവിതത്തെ തകർത്ത് കളയാതെ ഉല്ലാസത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്ന് പറഞ്ഞതുപോലെ ജീവിതമാകുന്ന ഈ ഭൂമിയിലെ ഈ ഭൂമിയിലെ വാസം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ആരെങ്കിലും ജീവിതത്തിൽ തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ടെന്ന് സർവശക്തൻ ഞങ്ങളോട് പറയുമ്പോൾ, ഹല്ലേലൂയ, തകർന്നിരിക്കുന്ന അനവധി കുടുംബങ്ങൾ, ജീവിതം തകർന്ന അനവധി ജീവിതങ്ങൾ, അവരോടൊക്കെ ഇടപെട്ട് കർത്താവേ, അവരെ വീഴുവാൻ വിധത്തിൽ പിശാച് പല ആസക്തികൾ കൊണ്ടുവരുമ്പോൾ അതിന് ജനത്തെ വിടുവിച്ചവർക്കൊരു മാനസാന്തരം കൊടുത്ത് ദൈവത്തിൻ്റെ മകനായി മകളായി ഈ ജനത്തെ ചേർക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.